ഒരിക്കലൊരു മുല്ലാ നസറുദ്ദീനെ കുറിച്ചിട്ടൊരു ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. മുല്ലാ നസറുദ്ദീൻ എന്ന് പറയുന്നത് ഒരു സൂഫിയാണ്. ആ സൂഫി ആയിരിക്കുന്ന മുല്ലാ നസറുദ്ദീൻ ഒരു ദിവസം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടൊരു പരാതി കൊടുക്കുകയാണ്. ആ പരാതിയിൽ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ഈ 5 സഹോദരന്മാരും ഒരു മുറിയിലാണ് കിടക്കുന്നത്. എല്ലാ സഹോദരന്മാരും അവരുടെ ഓമന മൃഗങ്ങളെയും ആ മുറിയിൽ തന്നെയാണ് ഇട്ട് വളർത്തുന്നത്. 5 സഹോദരന്മാരും. ഒരു സഹോദരന് 1 ഡസൻ കുരങ്ങന്മാരുണ്ട്. വേറൊരു സഹോദരന് 1 ഡസൻ പട്ടികളുണ്ട്. എല്ലാം ആ മുറിയിലാണ്. അപ്പോൾ ആ ഓഫീസർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം ശരിക്ക്? ആ ജീവികളൊക്കെ ആ മുറിയിൽ കിടക്കുന്നത് കൊണ്ട് മുറിയുടെ അകം മുഴുവൻ ദുർഗന്ധം വമിക്കുകയാണ്. അപ്പോൾ ഓഫീസർ ചോദിച്ചു, നിങ്ങളുടെ മുറിക്ക് ജനവാതിലുകളില്ലേ എന്ന് ചോദിച്ചു. ജനവാതിലുകളുണ്ട്, അപ്പോൾ അത് തുറന്നിട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, തുറന്നിട്ട് കഴിഞ്ഞാൽ എൻ്റെ വെള്ളരി പ്രാവുകളെല്ലാം അതിൽ പറന്നു പോകില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താൻ പ്രാവിനെ വളർത്തുന്നത് അദ്ദേഹം പരിഗണിക്കുന്നില്ല. ബാക്കിയുള്ളവർ ജീവികളെ വളർത്തുന്നത് പരാതിയായിട്ട് അദ്ദേഹത്തിന് വരുന്നു. തൻ്റെ വെള്ളരി പ്രാവുകൾ ആ ജനലിലൂടെ പറന്നു പോകുന്ന കാര്യം അദ്ദേഹം ഹെൽത്ത് ഓഫീസറോട് പറയുന്നില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളോട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുകയും വേറൊരാളുടെ പ്രശ്നം നമ്മൾ പെരുപ്പിച്ച് പറയുകയും ചെയ്യും. എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ അല്ലെങ്കിൽ അയലക്കാരൻ്റെയോ അമ്മായി അമ്മയുടെയോ അമ്മായി അപ്പൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ പെരുപ്പിച്ച് പറയുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം ഞാൻ മറച്ച് പിടിക്കുന്നു. ഞാൻ അവർക്ക് ഏത് രീതിയിൽ പ്രശ്നമാകുന്നുള്ളത് നമ്മൾ ഒരിക്കലും തുറന്നു പറയാറില്ല. അത് ഈ മുല്ലാ നസറുദ്ദീൻ തൻ്റെ പ്രാവുകൾ പറന്നു പോകുമെന്ന് പറയുമ്പോൾ മാത്രമാണ് ആ ആൾ മനസ്സിലാക്കുന്നത് ഇയാളും തൻ്റെ പ്രിയപ്പെട്ട പെറ്റ്സുകളെ വളർത്തുന്നുണ്ട് എന്ന്. ഇത് ബൈബിളിൽ പറയുന്നത്, നാം അടുത്ത് ഇരിക്കുന്ന ഒരാളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഒരു ചെറിയ പൊടി നമ്മൾ കണ്ടെത്തും. എന്നിട്ട് പറയുകയാളോട്, നിൻ്റെ കണ്ണിൽ പൊടിയുണ്ട്, പക്ഷേ നമ്മളുടെ കണ്ണിൽ ഒരു ചീള് കുത്തിത്തെറിഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലെ അപൂർണത കൊണ്ടാണ് നമുക്ക് വേറൊരാളിലെ അപൂർണത കാണാനിടവരുന്നത്. വേദാന്തത്തിൻ്റെ ദാർശനിക ദർശനം പ്രകാരം നമ്മളിലെ അപൂർണതയെ നീക്കം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചുറ്റുപാടുകളിലും പൂർണ്ണത നമുക്ക് കാണാൻ കഴിയും. നമ്മളിലെ സ്നേഹം നമ്മൾ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ വേറൊരാളിലും സ്നേഹം നമുക്ക് കാണാൻ കഴിയും. നമ്മളിലെ ജ്ഞാനത്തെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ജ്ഞാനമുള്ളവരായിരിക്കും. ഒരു പുല്ലിന് പോലും ജ്ഞാനമുണ്ടായിരിക്കും. നമ്മുടെ കാഴ്ച മാറി. അപ്പോൾ നമ്മളുടെ കാഴ്ചയെ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ ലോകത്ത് നമുക്കുള്ളൂ. വേറൊരാളുടെ കാഴ്ച കൃത്യതയുള്ളതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളുടെ അഹങ്കാരം കൊണ്ടാണ്. ഒരാൾ നല്ലവനാകണമെന്ന് നമ്മൾ ശഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കെന്തുകൊണ്ട് നമ്മളുടെ നന്മയിൽ ലക്ഷ്യമിട്ടുകൂടാ? നമ്മളുടെ നന്മയെ നമുക്ക് വികസിപ്പിച്ചുകൂടാ? പകരം വേറൊരാളുടെ നന്മയെക്കുറിച്ച് നമ്മൾ ആകുലനാകുന്നു. ലോകം നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആ അന്വേഷണം നമ്മളിലേക്ക് തിരിച്ചുകൂടാ? അപ്പോൾ നമ്മൾ നന്നാകുന്നിടത്ത് നിന്നാണ് നമ്മളുടെ കാഴ്ച മാറുന്നതും ലോകത്തിൻ്റെ വൈകല്യങ്ങൾ നമ്മൾ കാണാതിരിക്കുകയും തൽസ്ഥാനത്ത് ദൈവികമായ ഒരു ജീവിതത്തെ കാണുകയും ചെയ്യുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ ബ്രഹ്മവിത്തായിരിക്കുന്ന ഒരാൾക്ക് എല്ലാം ബ്രഹ്മമായിത്തീരുന്നു എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഒരാൾ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, പരമമായിരിക്കുന്ന സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആ പരമമായിരിക്കുന്ന സത്യമാണ്. ഒരു കള്ളനും ഒരു സാധാരണക്കാരനും ഒരു കൊലപാതകിയും ഒരു ബുച്ചറും എല്ലാം ആ ബ്രഹ്മമാണ്. അയാൾക്കൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമില്ല. എല്ലാം ദൈവമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പോൾ ഉപനിഷത്ത് നമ്മൾ ഇനി മുന്നോട്ട് പഠിച്ചു ചെല്ലുമ്പോൾ
ആദ്യം മനസ്സിലാകുന്നത് ഏകോ ദേവഃ സർവഭൂതേഷു, ഒരേ ഒരു ദേവനാണ്, ഒരേ ഒരു ദൈവമാണ് എല്ലാ ഭൂതങ്ങളിലും ഇരിക്കുന്നതെന്നാണ്. എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്നത് ഒരേ ഒരു ദൈവമാണ്, ഒരേ ഒരു ചൈതന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയിരിക്കുന്നു? ഗൂഢമായിട്ടിരിക്കുന്നു, മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യം മറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഈശാവാസ്യോപനിഷത്ത് ആദ്യം പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഈശാവാസ്യോപനിഷത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രം തന്നെ ഗാന്ധിജിയുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു മന്ത്രമാണ്. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഈശാവാസ്യോപനിഷത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രമായിരിക്കുന്ന ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധ മാ ഗൃധ കസ്യ സിദ്ധനം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്ന് നാരായണ ഗുരു അതിനെ തർജ്ജമ ചെയ്യുന്നുണ്ട് മലയാളത്തിലേക്ക്, വളരെ നല്ല മലയാളത്തിലേക്ക്. അതിൽ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു, വളരെ കേട്ടുകേൾവിയുള്ള, കേട്ട് പഴകിയ ഒരു തത്വചിന്ത പോലെ തോന്നും നിങ്ങൾക്ക്, വളരെ പഴക്കമുള്ളത്. കല്ലിലും മുള്ളിലും തൂണിലും ഒക്കെ ദൈവമിരിക്കുന്നുവെന്ന് സിനിമാ ഗാനങ്ങളിലൂടെ കേട്ട് നിങ്ങൾ ഈ ദർശനം പരിചയിച്ചിരിക്കുന്നു. പക്ഷേ ഈ ദർശനത്തിന് പിന്നീടും ഉണ്ട് കുറേയും കൂടിയും ഭാഗങ്ങൾ. അപ്പോൾ ഈശാവാസ്യം ഇദം സർവം, ഈ കാണുന്നതിലൊക്കെയും, ഇദം സർവം, ഇദം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലൊക്കെയും. ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു പുഴുവിനെ എടുത്താലും അമീബയെ എടുത്താലും ഒരു ആറ്റത്തെ എടുത്താലും ആറ്റത്തിലൊക്കെ ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ട്. ഇനി അഖണ്ഡമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ എടുത്താലും അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതികളിലേക്ക് നിങ്ങൾ അന്വേഷിച്ചു പോയാലും ഈ ചൈതന്യം അവിടെയുണ്ട്. ഈശാവാസ്യം ഇദം സർവം, എല്ലാറ്റിലും ഈശ്വരൻ വസിക്കുന്നു. ഒരു ചെറിയ ജീവിയിൽ ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെയാണ് ആ ചെറിയ ജീവിയെ അവഗണിക്കാൻ കഴിയുക? അങ്ങനെ ഒരു ചെറിയ ജീവിയെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ദർശനം, ഫിലോസഫി. ഇതാണ് ജീവിതത്തിൻ്റെ. ഒരു ചെറിയ ജീവിയിൽ പോലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുകയാണെങ്കിൽ ആ ജീവിയെ നിഷേധിക്കുന്നത്, ആ ജീവിയെ വേദനിപ്പിക്കുന്നത്, ആ ജീവിയെ ദുഃഖിപ്പിക്കുന്നത് ഈശ്വരനിന്ദയായി തീരുകയില്ലേ? അത് ആദ്യത്തെ ഒരു അറിവാണത്, നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു അറിവാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. എപ്പോഴും നമുക്ക് ഒരു ചെറിയ ഉറുമ്പിനെ പോലും നോവിക്കാൻ തോന്നിക്കാത്ത വിധത്തിലുള്ള അനുകമ്പ ഉണ്ടാകണം ഉള്ളിൽ. അവിടെയാണ് ഈശ്വരജ്ഞാനം പ്രാക്ടിക്കൽ നോളജായിട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം ഈശ്വരജ്ഞാനം ഒരു തത്വചിന്തയോ അല്ലെങ്കിൽ ഒരു തിയറിയോ ഒക്കെ ആയിട്ടേ മാറുകയുള്ളൂ. ഇവിടെ അതൊരു പ്രാക്ടിക്കൽ ഫിലോസഫി ആയിട്ട് വരികയാണ് ചെയ്യുന്നത്.